എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉലുവയില വെച്ചുണ്ടാക്കുന്ന ഒരു പറാത്തയാണ്. മേത്തി പറാത്തയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡയബറ്റിക്സുകാർക്ക് ഒത്തിരി നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചോ, ഡിന്നറും അതേപോലെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പറാത്തയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ ഗോതമ്പ് പൊടിക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നീട് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്, അയമോദകമാണ് 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, മേത്തിയുടെ നമ്മൾ ഉണങ്ങിയ ഇല ഉണ്ടാവും, കസൂരി മേത്തി, അത് 1 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ തൈര് 1 ടേബിൾ സ്പൂൺ. ഇത് മേത്തി ഇല, ഉലുവയുടെ ഇലയാണ്. അത് കഴുകിയ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കെട്ടായിരുന്നു. ഒരു കെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 കപ്പ് 2 കപ്പിന് അടുത്തുള്ള ഇല കിട്ടും. അപ്പോൾ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ തണ്ട് എടുത്തിട്ടില്ല. ആ ഇലയും കൂടെ നമുക്ക് ആ ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ. ആദ്യം അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കരുത്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ കുറച്ച് വീതം വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, പിന്നെ ഉലുവയുടെ ഇപ്പോൾ കഴുകി എടുത്തിട്ടുള്ള അപ്പോൾ ആ ഇലയിലുള്ള വെള്ളം എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. പിന്നെ കുഴയ്ക്കുമ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കട്ടിയിലല്ലേ മാവ് കുഴക്കണം, ആ ഒരു കട്ടിയിൽ കുഴച്ച് വയ്ക്കണം മാവ്. ഞാൻ കുഴച്ച് വെച്ച മാവിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ മാവിൻ്റെ പുറത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഓയിൽ തേച്ച് പിടിപ്പിക്കണം. നമുക്കൊരു 1/2 മണിക്കൂർ അങ്ങനെ വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി പറാത്ത ഉണ്ടാക്കാം. അത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ തൈരുണ്ട്, ഓയിലുണ്ട്, അതെല്ലാം കൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. കുറച്ച് വലിയൊരു ഉരുള വേണം, ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണം അതിൻ്റെ ഉരുള എടുക്കാനായിട്ട്. നമുക്കിത് ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് പരത്തിയെടുക്കാം. ആദ്യം ചെറിയൊരു വട്ടത്തിൽ അത് പരത്തണം, കുറച്ച് കട്ടിയിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതിന് സൈഡിൽ നിന്ന് അത് ഇങ്ങനെ മടക്കി നടുക്കോട്ടാക്കിയിട്ട് വെക്കണം. അപ്പോൾ ചെറിയൊരു വട്ടം പോലെ കിട്ടും. വീണ്ടും അത് പരത്തണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇതേപോലെ ഓയിലിന് പകരം ഡാൽഡ ഇട്ടിട്ട് പരത്തി 4 മടക്കി സ്ക്വയറായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ആ ചപ്പാത്തിക്ക്. ഓയിലിനേക്കാളും നല്ല ടേസ്റ്റ് ശരിക്കും ഡാൽഡ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക്. ഒത്തിരി കനം കുറച്ച് പരത്തരുത്. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ കട്ടി വേണം. നമ്മുടെ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടി വേണം. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാൻ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചിടണം. ലോ ഫ്ലെയിമിൽ വെക്കരുത്, കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ഓയിൽ ഒഴിക്കണം.
അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കിയിട്ട് കവർ ചെയ്ത് വെക്കണം, തുറന്ന് വെക്കരുത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൊറാത്തയും ഉണ്ടാക്കിയെടുക്കാം. ഒരു തൈരും പുതിനയിലയും കൂടെ ചട്നി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട, ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണത്.